ബൗണ്ട് ലെറ്റ് സ്റ്റാർട്ട്. ഇതാണ് നമ്മുടെ കുസൃതി കൊടുക്കയായ ആനി. ഇത് അവളുടെ ചേട്ടനായ പീറ്റർ. ഇവന് സയൻസിലൊക്കെ വലിയ താല്പര്യമാണ്, പ്രത്യേകിച്ച് സ്റ്റാർ, പ്ലാനറ്റ് എന്നൊക്കെ പറഞ്ഞ ജീവനാണ്. ആനി ആവട്ടെ വളരെ ക്യൂരിയസ് ആയ ഒരു കുട്ടിയാണ്. ഇവരുടെ അച്ഛൻ ഈ അടുത്താ മരണപ്പെട്ടത്. പുള്ളിക്ക് സ്പേസിൽ പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല. അങ്ങനെ അമ്മയുടെ കൂടെ അവരിപ്പോൾ നാട്ടിൻ പുറത്തേക്ക് താമസം മാറിയിരിക്കുകയാണ്. ഈ നാടിനൊരു കഥ പറയാനുണ്ട്. ഇവിടെ പണ്ട് ഒരുപാട് മരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്താണ് മനുഷ്യർ ഇവിടെ വന്ന് മരങ്ങൾ വെട്ടാനായി തുടങ്ങിയത്. ഇവിടുത്തെ പ്രാണികള് സംഘടിച്ച് മനുഷ്യരെ ഓടിച്ചു വിടാനായി ശ്രമിച്ചു. പക്ഷെ മനുഷ്യര് ഈ പ്രാണികളെ ആരാധിച്ചിരുന്ന വിശുദ്ധ മരം വരെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രാണികളുടെ ദേവതയായ നൈറ്റ് ഫ്യൂരി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. പ്രാണികളുടെ നേതാവ് സൂംസമാൻ ദേവതയോട് കാര്യങ്ങളെല്ലാം പറയുന്നു. ദേഷ്യം വന്ന ദേവത ആ വിശുദ്ധ മരം അടക്കം ആ മനുഷ്യരെയും തൂക്കിയെടുത്ത് അങ്ങ് ചന്ദ്രനിലേക്ക് എറിഞ്ഞു. അപ്പൊ സൂംസമാൻ പറഞ്ഞു, ആ മരത്തില് എന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഓ, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മൃഗങ്ങളോട് സ്നേഹമുള്ള മനുഷ്യർക്ക് മാത്രമേ ഇനി ചന്ദ്രനിൽ പോയി ആ മരവും നിന്റെ ഭാര്യയെയും അതുപോലെ നിന്റെ പോയ കൈയും തിരിച്ചെടുത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ദേവത പറയുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരെ തിരക്കി നടക്കുകയാണ് നമ്മുടെ സൂംസമാൻ. എന്നാൽ ഇപ്പോൾ ഉള്ള യുവതലമുറകളായിട്ടുള്ള പ്രാണികൾക്ക് ഇദ്ദേഹം പറയുന്ന കഥകളൊന്നും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഒറ്റയേറിന് എങ്ങനെ ഒരു മരം എടുത്തിട്ട് ആരെ കൊണ്ടും ചന്ദ്രനിലേക്ക് എറിയാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവിടെ നമ്മുടെ പീറ്ററും ആനിയും കൂടെ ഇന്ന് സ്കൂളിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലെയാണ് അവരിങ്ങോട്ട് എത്തിയത്. ഇന്നാണ് അവരുടെ സ്കൂളിലെ ആദ്യ ഡേ. അതുകൊണ്ട് തന്നെ ആനി വളരെ ക്യൂരിയസ് ആയി ചേട്ടാ ചേട്ടാ വേഗം വാ, നമുക്ക് സ്കൂളിൽ പോകണം എന്നും പറഞ്ഞ് ധൃതി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പീറ്ററും അങ്ങനെ അവളുടെ കൂടെ ഒരുങ്ങിയിറങ്ങുന്നു. നമുക്കറിയാലോ, പുതിയതായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ റാഗിങ് അതുള്ളതാണ്. ഇവിടെയും കുറച്ച് പയ്യന്മാർ ചേർന്ന് പീറ്ററിനെയും ആനിയെ റാഗ് ചെയ്യാൻ വരുന്നു. ആനി ആവട്ടെ എന്റെ ചേട്ടൻ അങ്ങനെ മരണമാസ എന്നെല്ലാം പറഞ്ഞിട്ട് ആ പയ്യന്മാരുടെ ചുണ്ടി കൂട്ടി. അങ്ങനെ ഇവരാവട്ടെ സൂംസമാനെ പിടിച്ചു വെച്ച് ഈ പ്രാണിയെ നീ ഇല്ലാതാക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ പീറ്ററിന് പ്രാണികളെയോ മൃഗങ്ങളെയോ ഉപദ്രവിക്കാൻ അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെയുള്ള തേനീച്ച കൂടെ ഇളക്കി വിട്ട് അങ്ങനെ ആ പയ്യന്മാരെ ഓടിച്ചു. ഈ ഒരു സൂംസമാനെയും അവിടെ നിന്ന് പറത്തി വിടുകയാണ് ചെയ്യുന്നത്. സൂംസമാൻ അങ്ങനെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന രണ്ട് കുട്ടികളെ കണ്ടു. സ്കൂളിലെത്തിയപ്പോ ഇവര് ലേറ്റ് ആയിരിക്കുന്നു. പീറ്റർ ആനിയോട് നല്ലോണം ദേഷ്യം പിടിച്ചു. നിന്റെ കാരണമാണ് ഇപ്പൊ ഇതെല്ലാം സംഭവിച്ചത്. നമുക്കല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സ്കൂളിലോട്ട് വന്നാൽ മതിയായിരുന്നില്ലേ, നീ എനിക്ക് ശരിക്കൊരു ഭാരമാവുന്നുണ്ടെന്നെല്ലാം പറയുന്നു. ആനിക്ക് നല്ലോണം സങ്കടമായി പോയി കേട്ടോ. അന്ന് രാത്രിയിൽ ഭയങ്കരമായിട്ട് മഴയും കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. സൂംസമാൻ പീറ്ററിന്റെയും ആനിയുടെയും വീട് തിരക്കി അവസാനം കണ്ടുപിടിച്ചു. ആനിയെ കണ്ട് അവളോട് അവൻ എന്തിനു വേണ്ടി വന്നു എന്നുള്ള കാര്യം പറയാണ്. ഞാൻ ഇത്രയും നാൾ തിരക്കിയതിൽ നിങ്ങളാണ് മൃഗങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങളെ കൊണ്ട് എനിക്കൊരു കാര്യം നിറവേറ്റാനുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് നമ്മുടെ ആനി പീറ്ററിനെ വിളിക്കുവാണ്. നമുക്ക് ചന്ദ്രനിൽ പോണോ എന്നും പറഞ്ഞിട്ട്, ഈ നട്ടപ്പാതിരക്ക് ഇനി ചന്ദ്രനിൽ പോവാഞ്ഞിട്ടാ, പോയി കിടന്നുറങ്ങിക്കോ പെണ്ണെ എന്നും പറഞ്ഞ് പീറ്റർ അവളെ വഴക്ക് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മുടെ ആനിയെ ഇവിടെ കാണുന്നില്ല. കാരണം ആനി സൂംസമാനെ സഹായിക്കാൻ വേണ്ടി ചന്ദ്രനിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പീറ്റർ നോക്കുമ്പോൾ അവളിത് ഇറങ്ങി പോകുന്നു. പീറ്ററും പിറകെ പോയി നോക്കി. പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം അവിടെ ഒരു വെള്ളമുള്ള സ്ഥലമുണ്ട്. അവിടേക്ക് ചാടിക്കഴിഞ്ഞാൽ നേരെ ചന്ദ്രനിലെത്തും. അങ്ങനെ ആനി പോകുന്നത് കാണുമ്പോൾ നമ്മുടെ പീറ്ററും കൂടെ ആ വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. അങ്ങനെ അവനും ഒറ്റയടിക്ക് ഇതേ സ്പേസിലേക്ക് എത്തിച്ചേരാണ്. ആദ്യമെല്ലാം അവൻ നല്ലോണം പേടിച്ചു. പിന്നീട് അവൻ സ്റ്റക്കായി നിൽക്കുന്നത് മേഘങ്ങൾക്കിടയിലായിരുന്നു. ഈ ഒരു കാഴ്ച അവനെ അമ്പരപ്പിച്ചു. ആദ്യം ഉറക്കത്തിൽ സ്വപ്നം കാണുവാണോ എന്ന് അവൻ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് സ്വപ്നമല്ല എന്നുള്ള കാര്യം പിന്നീട് അവന് മനസ്സിലാകുവാണ്. അങ്ങനെ അവൻ മേഘമെല്ലാം എടുത്ത് കളിക്കാനെല്ലാം തുടങ്ങി. ആ സമയം അവിടെ ഒരാൾ ടെലസ്കോപ്പും കൊണ്ട് നിൽക്കുന്നു. അയാളുടെ അടുത്ത് പോയിട്ട് പീറ്റർ എന്റെ അനിയത്തിയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് അയാൾ ചോദിക്കുകയാണ്. ഞാനാണ് സാൻഡ്മാൻ, നിങ്ങൾക്ക് ഉറക്കം നൽകുന്നത് സ്വപ്നം നൽകുന്നത് ഒക്കെ ഞാനാണ് എന്ന് സാൻഡ്മാൻ പറയാണ്. പീറ്റർ അയാളോട് കുറേ നേരം സംസാരിച്ചു. ഇതേ സമയത്ത് ആനിയും സൂംസമാനും എത്തിപ്പെട്ടിരിക്കുന്നത് അവിടെയുള്ള സ്റ്റാർ മെഡോയിലായിരുന്നു. അപ്പൊ ഇവര് ചന്ദ്രനിലേക്കല്ല എത്തിയതെന്ന് സൂംസമാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേതാ സ്ഥലം? അപ്പോഴാണ് അവിടെയുള്ള നക്ഷത്ര കുഞ്ഞുങ്ങളെ ആനി കാണുന്നത്. അവിടെ നക്ഷത്രങ്ങളുടെ സ്കൂൾ ഉണ്ടായിരുന്നു. ആനി ഓടിപ്പോയിട്ട് അവരോട് സംസാരിക്കാനായി തുടങ്ങി. നല്ല ഭംഗിയുള്ള ഒരേപോലെയുള്ള നക്ഷത്ര കുഞ്ഞുങ്ങൾ, അവരെല്ലാവരും ഒരുപോലെ സംസാരിക്കുന്നു. ആനിയെ അവരുടെ പോലുള്ള ഹെയർ സ്റ്റൈൽ ആക്കി തരാമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവർ സന്തോഷത്തോടു കൂടി അത് ചെയ്തു കൊടുത്തു. ഞാനും നിങ്ങളുടെ കൂടെ സ്കൂളിൽ വന്നാലോ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടുത്തെ അന്തരീക്ഷം ആകെ മാറി. ഇവിടെ പീറ്റർ ആവട്ടെ എന്റെ അനിയത്തെ കണ്ടുപിടിക്കാൻ സഹായിക്കാമോ എന്നെല്ലാം ചോദിക്കുമ്പോഴാണ് സ്റ്റാർ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂൾ കത്തിപ്പിടിച്ചേക്കുന്നത് ഇവർ കാണുന്നത്. ഉടനെ തന്നെ സാൻഡ്മാൻ അവിടെ പോയി. പിന്നാലെ പീറ്ററും.
പീറ്ററും. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആനി ഇവിടെ ഉണ്ടായിരുന്നെന്നും ഇവിടെയുള്ളവർക്ക് പരിക്ക് പറ്റിയെന്നും നമ്മുടെ സോംസമാൻ വഴി ഇവരെല്ലാം മനസ്സിലാക്കാണ്. സോംസമാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ആരോ അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. ആരാണെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇതേ സമയം നമ്മുടെ ആനിയും നക്ഷത്ര കുഞ്ഞുങ്ങളും ഒരു കൂട്ടിലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് ഒരു തടിമാടൻ വന്ന് നിങ്ങൾ മര്യാദയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്തോണം എന്നെല്ലാം പറയാണ്. എന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്താനായി അയാളുടെ കുറച്ച് പട്ടിക്കുട്ടികളെയും അഴിച്ചുവിടുന്നു. ആനിക്ക് നക്ഷത്ര കുഞ്ഞുങ്ങൾക്കും അവരിപ്പോ എവിടാണെന്ന് മനസ്സിലായില്ല. ഇന്നേരം നമ്മുടെ സാൻഡ്മാൻ ഇവിടെ നടക്കുമ്പോൾ അവിടെ നിന്നൊരു മൂൺ സ്റ്റോൺ കിട്ടുകയാണ്. അത് കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ സാൻഡ്മാൻ പറഞ്ഞു, ഓ മൂൺമാൻ ആണ് അവരെ തട്ടിക്കൊണ്ടു പോയേക്കുന്നത്. മൂൺമാനോ? അതൊക്കെ എന്താ? എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് എന്റെ അനിയത്തിയെ കണ്ടുപിടിക്കണം. നിന്റെ അനിയത്തിയെ കണ്ടുപിടിക്കണമെങ്കിലേ അങ്ങ് മൂണിലേക്ക് ചെല്ലണം. നമ്മളത് കുറച്ച് പാടുപെടും എന്ന് പറയുന്നുണ്ട്. അവിടേക്ക് പോകുന്നെങ്കിൽ കുറച്ച് നാച്ചുറൽ സ്പിരിറ്റുകൾ കൂടെ നമ്മുടെ കൂടെ വേണം. അതായത് ഞാനിപ്പോ ഉറക്കം, സ്വപ്നം അത് റിലേറ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ സ്പിരിറ്റ് ആണ്. അത് മാത്രം പോരാ, വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ നൈറ്റ് ഫെയറിയുടെ കൊട്ടാരത്തിൽ എത്തണം. നൈറ്റ് ഫെയറിയുടെ കൊട്ടാരത്തിൽ എത്തണമെങ്കിൽ ഇപ്പൊ മിൽക്കി വേയിലൂടെ നടക്കുന്ന ഒരു റേസ് ജയിക്കണം. അങ്ങനെ സ്ലീയിൽ ഇരുത്തിക്കൊണ്ട് നമ്മുടെ സാൻഡ്മാൻ പീറ്ററിനെയും സോംസമാനെയും കൊണ്ടുപോവാണ് ഈ ഒരു മിൽക്കി വേയിലുള്ള റേസ് കംപ്ലീറ്റ് ചെയ്യിക്കാൻ വേണ്ടി. ഇതേ സമയം മൂൺമാനും ആളുകളും കൂടി ആനിയെയും നക്ഷത്ര കുഞ്ഞുങ്ങളെയും കൊണ്ട് മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. ആ മെഷീന്റെ പാർട്സ് എല്ലാം തന്നെ സെറ്റ് ചെയ്തെടുപ്പിക്കുകയാണ്. നക്ഷത്ര കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വളരെ വേഗം തളർന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കൂടെയുള്ളവരാരും തന്നെ അവരെ ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും പണിയെടുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പീറ്റർ ആവട്ടെ ഈ സ്ലീയിൽ പൊക്കോണ്ടിരിക്കുന്നതിന്റെ ആ ഒരു ആവേശത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ആവട്ടെ ഈ ഒരു റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള നാച്ചുറൽ സ്പിരിറ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കൊടുങ്കാറ്റ്, പിന്നെ ഇടിമിന്നല്, മഴ, തണുപ്പ്, മഞ്ഞ്. ഇവർ 5 പേരും ഇപ്പോൾ ട്രാക്കിലൂടെ പൊക്കോണ്ടിരിക്കുന്നു. റേസ് തുടങ്ങി കുറച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സാൻഡ്മാൻ ട്രാക്കിലേക്ക് കയറുന്നത്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള റേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കൊടുങ്കാറ്റ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്, പിന്നെ ഇടിമിന്നല് അവനെ വെട്ടിച്ചു, അതിന് പിന്നാലെ മഴ പോകുന്നു, തണുപ്പ് പോകുന്നു, മഞ്ഞു പോകുന്നു. ഇതിൽ ഇച്ചിരി ഒരു വെകിളിയായിട്ടുള്ളത് നമ്മുടെ ഇടിമിന്നലാട്ടോ. അവൾക്ക് ആരെയും ഒരു കൂസലുമില്ല. അവൾക്ക് ഇഷ്ടമുള്ള പോലെ സഞ്ചരിക്കും. അങ്ങനെയാണ്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ സാൻഡ്മാൻ ഉറങ്ങിപ്പോയി. സംഗതി എന്താണെന്ന് വെച്ചാൽ അവൻ ഉറക്കത്തിന്റെയും ഡ്രീംസിന്റെയും സ്പിരിറ്റ് ആണല്ലോ, നാച്ചുറൽ സ്പിരിറ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമുള്ള സമയത്ത് അവൻ ഉറങ്ങിപ്പോവും. അതോടുകൂടി ഈ സ്ലീയുടെ കൺട്രോൾ നമ്മുടെ പീറ്റർ ഏറ്റെടുക്കേണ്ട അവസ്ഥ വരുവാണ്. പീറ്ററിനാണെങ്കിൽ ഇത് ഓടിക്കാനും അറിയത്തില്ല. പിന്നാലെ ആണെങ്കിൽ കൊടുങ്കാറ്റും വരുന്നുണ്ട്. അങ്ങനെ സ്ലീയും പോയി, എല്ലാം പോയി. നമ്മുടെ പീറ്ററും സൂംസമാനും സാൻഡ്മാനും കൂടി നമ്മുടെ നൈറ്റ് ഫെയറിയുടെ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലുള്ള മിൽക്ക് തടാകത്തിലേക്ക് ഒരു ഒറ്റ വീഴ്ച. ഇനി നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൊട്ടാരത്തിനകത്തേക്ക് പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് റേസ് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാൻഡ്മാൻ. ഇതേ സമയത്ത് നമ്മുടെ ആനിയെയും നക്ഷത്ര കുഞ്ഞുങ്ങളെയും കൊണ്ട് കഠിനമായി പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മൂൺമാനും കൂട്ടരും. ഇന്നേരം പീറ്റർ ആവട്ടെ ഈ നൈറ്റ് ഫെയറിയുടെ കൊട്ടാരത്തിന്റെ പുറത്തുള്ള കാവൽക്കാരെ പോയി ഭീഷണിപ്പെടുത്തിയിട്ട് അവന്മാരെ തട്ടിയിട്ട് ഈ കൊട്ടാരത്തിലേക്ക് കടക്കാനുള്ള കുറുക്കു വഴി നോക്കുകയാണ്. എന്നിട്ട് സാൻഡ്മാനോടും സൂംസമാനോടും അവനെ ഫോളോ ചെയ്ത് വരാനായിട്ടും പറയുന്നു. അങ്ങനെ ഇവർ നൈറ്റ് ഫെയറിയുടെ കൊട്ടാരത്തിലേക്ക് അനധികൃതമായിട്ട് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ മിഷൻ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഓരോരുത്തർക്കും ഓരോരോ കാര്യമാണ്. സാൻഡ്മാന് നക്ഷത്ര കുഞ്ഞുങ്ങളെ തിരിച്ചെടുക്കണം, സൂംസമാന് അദ്ദേഹത്തിന്റെ ഭാര്യയെ, പീറ്ററിന് അനിയത്തിയെ. ഇതേ സമയം മിൽക്കി വേ റേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ബാക്കി നാച്ചുറൽ സ്പിരിറ്റ്സിനെ ഡിന്നർ കൊടുത്ത് സ്വീകരിക്കുകയാണ് നമ്മുടെ നൈറ്റ് ഫെയറി. ആ സമയം ഇന്നത്തെ ഈ ഒരു ഡിന്നറിൽ മീറ്റ് ഇല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ കൊടുങ്കാറ്റണ്ണൻ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്കാണ് ഇവർ 3 പേരും ഒരൊറ്റ വീഴ്ച. ഇവിടേക്ക് മനുഷ്യന്മാര് കടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടിമിന്നല് പീറ്ററിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ നൈറ്റ് ഫെയറി അത് തടഞ്ഞു വെക്കും. ഉടനെ തന്നെ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നും പറഞ്ഞ് ഇടിമിന്നല് ഇവിടെ നിന്ന് തെറ്റിപ്പോവും. ശേഷം നമ്മുടെ സാൻഡ്മാനോട് നൈറ്റ് ഫെയറി കാര്യം തിരക്കുവാണ്. അങ്ങനെ സാൻഡ്മാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. പീറ്റർ പറഞ്ഞു എനിക്ക് എന്റെ അനിയത്തിയെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്ന്. ഇവിടെ നക്ഷത്ര കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനായി നമ്മുടെ ആനി പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുള്ളാൻ പോകണോ എന്ന്. മുള്ളാൻ പോവാനോ? അയ്യോ, ഞങ്ങൾക്കാണെങ്കിൽ വന്ന് നിങ്ങൾക്ക് സെക്യൂരിറ്റി നിൽക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ മൂൺമാന്റെ ആൾക്കാര് ഇവരെ ഒക്കെ മുള്ളാനായിട്ട് വിടും. ആ തക്കത്തിന് ഇവരിവിടെ നിന്ന് ഓടിപ്പോവാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. പീറ്ററിന്റെ വാക്കുകൾ കേട്ട നൈറ്റ് ഫെയറി ആവട്ടെ നിന്നെ കണ്ടാൽ തന്നെ അറിയാം നരുന്ത് പോലെ ഇരിക്കുന്ന നീ എങ്ങനെയാണ് ആ മൂൺമാനോടും കൂട്ടരോടും പോരാടാനായി പോകുന്നത്? അത് നടപ്പില്ല എന്ന് പറയുന്നു. എന്റെ അനിയത്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭൂമിയിൽ നിന്ന് ഇവിടം വരെ എത്തിയ എനിക്ക് എന്തുകൊണ്ടത് ചെയ്തൂടാ എന്ന് ചോദിക്കുകയാണ് പീറ്റർ. ഇതിനിടയ്ക്ക് ഓടിപ്പോകുമ്പോൾ നമ്മുടെ ആനി ഒരു കുഴിയിലേക്ക് വീഴും. ആ കുഴിയിലൂടെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരിക്കും. പീറ്ററിന്റെ ഈ വാക്കുകൾ കേട്ട നമ്മുടെ നൈറ്റ് ഫെയറി ആവട്ടെ
ഓക്കെ ഓക്കെ, ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാം, പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തില് ഇവിടെ നിന്ന് മൂണിലേക്ക് എത്താനായിട്ട് ഒരു വഴിയേ ഉള്ളൂ എന്നും പറഞ്ഞു ഒരു ഹിമക്കരടി അവിടേക്ക് വിളിച്ചു വരുത്തും. ഇവളാണ് ഉർസ, ഇതെന്റെ അനിയത്തിയാണ്. പീറ്റർ ഉർസയെ കാണുന്നതും ചോദിക്കും, ഇത് അതിപ്രശസ്തമായ സ്റ്റാർ കോൺസ്റ്റലേഷൻ കൂടിയാണല്ലോ. നൈറ്റ് ഫ്യൂറി എന്ന് ചിരിക്കത്തേ ഉള്ളൂ. ഇതേ സമയം ആനി നടന്ന് മൂൺമാന്റെ അരികിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അയാൾ ഒരു മെഷീൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇടിമിന്നൽ അവിടെ എത്തി. നൈറ്റ് ഫെയറിയുടെ കൊട്ടാരത്തിലെ പീറ്റർ എന്നൊരു പയ്യൻ വന്നിട്ടുണ്ട്. അവൻ അവന്റെ അനിയത്തിയായ ആനിയെ തിരക്കി വന്നതാണെന്നൊക്കെ പറയുന്നത്. തന്റെ ചേട്ടൻ തന്നെ തിരക്കി എത്തിയിട്ടുണ്ടെന്ന് കേട്ട ആനിക്ക് സന്തോഷമായി. ഇടിമിന്നല് മൂൺമാനോട് നൈറ്റ് ഫെയറിയുടെ കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വന്ന് പറയുന്ന ഒരു ചീറ്റർ സ്വഭാവക്കാരിയാണ്. സംഗതി അവൾക്ക് അവനെ ഇഷ്ടമാണ്. എന്നാൽ അവനാണെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവളെ ചുമ്മാ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞ് ഇടിമിന്നലിനെ പറഞ്ഞു വിട്ട് തന്റെ ആൾക്കാരോട് പോയി പീറ്ററിനെയും കൂട്ടരെയും കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ മൂൺമാൻ പറയുമ്പോൾ ആനിയും നക്ഷത്ര കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു, അവർ മുള്ളാൻ പോയതാണെന്നൊക്കെ ഇവർ പറയുന്നത് കേട്ട് മൂൺമാന് നല്ലോണം ദേഷ്യം പിടിക്കുന്നുണ്ടായിരിക്കും. ആനി ആവട്ടെ ഇവിടെ മറ്റൊരാളെ കണ്ടുമുട്ടുവാണ്, സൂം സമാന്റെ ഭാര്യയെ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. പീറ്ററും കൂട്ടരും ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ബാക്കി നാച്ചുറൽ സ്പിരിറ്റുകൾ എല്ലാവരും അവന് അനുഗ്രഹം കൊടുക്കുവാണ്. ഇപ്പൊ അവരുടെയൊക്കെ തന്നെ കഴിവുകൾ അവന് ചെറുതായിട്ടെങ്കിലും യൂസ് ചെയ്യാനായി സാധിക്കും. അങ്ങനെ ഉർസയുടെ പുറത്തിരുന്നുള്ള അഡ്വഞ്ചറസ് ആയ ആ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഒരുപാട് ചാട്ടം ചാടി അങ്ങനെ ഉർസ അതിവേഗം ഇവരെ മൂൺ സ്ഥലത്തേക്ക് എത്തിപ്പിക്കുന്നു. ഇതേ സമയത്ത് നക്ഷത്ര കുഞ്ഞുങ്ങളെയും ആനിയെയും പിടിച്ചു വെച്ച് ഇതിൽ ആരാണ് ആനി എന്ന് മൂൺമാൻ ചോദിക്കുമ്പോൾ എല്ലാവരും ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾ യഥാർത്ഥ ആനിയെ കണ്ടുപിടിച്ചു. ആനിയെയും സോംസമാന്റെ ഭാര്യയും കൂടെ ഒരിടത്ത് പൂട്ടിയിട്ടു. ശേഷം അയാളുടെ ആളുകളോട് പീറ്ററിനെയും കൂട്ടരെയും കണ്ടുപിടിക്കാനായി പറഞ്ഞു വിടുവാണ്. കൂടെ ദുഷ്ടപട്ടികളെയും കൂടെ വിടുന്നുണ്ടായിരുന്നു. ആ പട്ടികൾ കണ്ടാ ക്യൂട്ടാണെങ്കിലും സംഗതി ഭയങ്കര സാധനങ്ങളായിരുന്നു. ഈ സമയത്താണ് ഉർസയുടെ പുറത്തിരുന്ന് നമ്മുടെ കൂട്ടര് ഇപ്പോ മൂണില് വന്നിറങ്ങുന്നത്. ഏത് ഭാഗത്തേക്കാ പോവേണ്ടതെന്ന് നമ്മുടെ സാൻഡ്മാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാ ഈ മൂൺമാൻ എന്ന് പറയുന്നത് ഭയങ്കര ശക്തിമാനാണെന്നും ഈ സാൻഡ്മാൻ കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ ആ ഒരു മൂൺമാന്റെ ആളുകളും പട്ടികളും കൂടി വരുന്ന സമയത്തേക്ക് ഇവിടെ പീറ്ററും സൂംസമാനും സാൻഡ്മാനും കൂടി അവിടെ ഒരു സ്പേസ്ഷിപ്പ് ഇരുന്നിരുന്നു. അതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സാൻഡ്മാൻ പറഞ്ഞു, നിനക്കൊരു കാര്യം അറിയോ, സൂര്യൻ ഉദിക്കുന്നവരെ മാത്രമേ സമയമുള്ളൂ, അതിനുള്ളിൽ നമ്മളിത് ചെയ്തില്ല എങ്കിൽ ഇപ്പൊ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ കോൺസ്റ്റന്റ് ആയി നിന്നു പോകും എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് സാൻഡ്മാനും സൂംസമാനും ഞങ്ങൾക്ക് പേടിയാകുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ പീറ്റർ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി വന്നോ അക്കാര്യം നിങ്ങൾക്ക് അത്ര വലിയ കാര്യമുള്ളതായിരിക്കില്ല, നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എന്റെ അനിയത്തിയെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്ര കുഞ്ഞുങ്ങളെ വേണ്ട, എന്നാൽ എനിക്ക് എന്റെ അനിയത്തിയെ വേണ്ട എന്ന് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പീറ്റർ അവരെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവര് വീണ്ടും മൂൺമാന്റെ കൊട്ടാരത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒത്തിരി കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്ന് സാൻഡ്മാൻ ഇടയ്ക്കിടയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു ഊർജ്ജം പോലായിരുന്നു പീറ്ററിന് തോന്നുന്നുണ്ടായിരുന്നത്. അവിടെയുള്ള ഒരു റോവർ വണ്ടി എടുത്ത് അവർ പെട്ടെന്ന് തന്നെ മൂൺമാന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിക്കുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന അവരെ അങ്ങ് ദൂരെ സെല്ലിൽ കിടക്കുന്ന നമ്മുടെ ആനിയും സൂംസമാന്റെ ഭാര്യയും കാണുന്നുണ്ട്. ആ റോവർ ഉപയോഗിച്ച് ജയിലും തകർത്ത് ഇവരകത്തോട്ട് കടക്കുന്നു. കാലങ്ങൾക്ക് ശേഷം സൂംസമാൻ തന്റെ ഭാര്യയുമായി ഒന്നു ചേർന്നിരിക്കുകയാണ്. ആനി ആവട്ടെ തന്റെ ചേട്ടനെ കണ്ട് വളരെയേറെ സന്തോഷത്തിലാണ്. വാ മോളെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഈ ലോകം തന്നെ നശിപ്പിക്കാനായി ശ്രമിക്കുകയാണ് മൂൺമാൻ. അയാളെ നമുക്ക് തടയണം, ഈ നക്ഷത്ര കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം, ആ മെഷീൻ നമ്മൾ തകർത്തെറിയണമെന്ന് ആനി പറയുന്നു. അങ്ങനെ പീറ്റർ അതിന് സമ്മതിച്ചു. ഇവർ 5 പേരും ചേർന്ന് ആ മെഷീൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്ക് മൂൺമാന്റെ ആളുകൾ ഇവരെ ഇട്ട് ഓടിക്കാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് ഇവരാവട്ടെ സാൻഡ്മാൻ നമ്മുടെ ബാക്കിയുള്ള നാച്ചുറൽ സ്പിരിറ്റ്സിന് അറിയിപ്പ് കൊടുക്കും. ഈ സമയത്തേക്ക് ഇടിമിന്നൽ അവിടെ എത്തുകയാണ്. എന്നിട്ട് മൂൺമാനെ സഹായിക്കാൻ വേണ്ടി ബാക്കി എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആനിയും പീറ്ററും വിട്ടുകൊടുക്കാനായി തയ്യാറായിരുന്നില്ല. ബാക്കി നാച്ചുറൽ സ്പിരിറ്റുകൾ കൂടി അവിടെ എത്തി ഇവരുടെ എല്ലാവരുടെയും പവർ കാരണം നമ്മുടെ ഈ മൂൺമാനെ ഒരിടത്ത് സെറ്റാക്കി വെക്കാനായി ഇവരെ കൊണ്ട് സാധിച്ചു. അങ്ങനെ നമ്മുടെ സ്റ്റാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് അയാളിപ്പോ ഈ ഭൂമി നശിപ്പിക്കാനായി ആദ്യം നൈറ്റ് ഫെയറിയുടെ കൊട്ടാരം നാശമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നൈറ്റ് ഫെയറി കൂടി ഇതറിഞ്ഞപ്പോൾ അവനെ തടഞ്ഞു വെക്കാനായി പീറ്റർ അവിടെ പോയിട്ടുണ്ടല്ലോ എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു. അന്നേരത്ത് നമ്മുടെ പീറ്ററിന് ഒരു ഐഡിയ തോന്നി. ഇടിമിന്നലിന്റെ തൊട്ടു മുന്നിൽ വെച്ച് മൂൺമാനോട് അവളെ പറ്റി അവൻ ചോദിക്കുകയാണ്. അവളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് അവന്റെ വായ കൊണ്ട് കേട്ട നമ്മുടെ ഇടിമിന്നൽ നേരെ തിരിഞ്ഞു. അവളെ കൊണ്ട് മാത്രമാണ് അവനെ പൂട്ടിയിടാനായി സാധിക്കത്തുള്ളൂ
സാധിക്കത്തുള്ളൂ. അങ്ങനെ ഇവര് നമ്മുടെ മൂൺമാനെ എടുത്തിട്ടെങ്കിലും ഇപ്പോൾ നൈറ്റ് ഫെയറിയുടെ കൊട്ടാരം തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. നൈറ്റ് ഫെയറി നമ്മുടെ മഴ ദേവനും കൊണ്ട് നേരെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നു. ഇടിമിന്നല് നമ്മുടെ പീറ്ററിനോടും എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നത് പോലെ തോന്നിയപ്പോഴാണ് ഞാൻ ഇവനോട് കൂട്ടായതെന്നും പറഞ്ഞിട്ട്. അന്നേരം അവിടെ മഴദേവൻ, ശരിക്ക് ഇടിമിന്നലിനോട് മഴദേവന് ഒരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. അവൻ വന്ന് ഈ ഒരു ഇഷ്ടം തുറന്നു പറയാണ്. അങ്ങനെ മൂൺമാന്റെ കാര്യം അവതാളത്തിലായി. അവിടെ എത്തിയ നമ്മുടെ നൈറ്റ് ഫെയറി നിന്നെ ഒന്നും ഇവിടെ വച്ചു പൊറിപ്പിക്കാനായി പാടില്ല എന്നും പറഞ്ഞ് നമ്മുടെ മൂൺമാനെയും അവന്റെ ആളുകളെയും കൂടി അങ്ങ് ചൊവ്വാഗ്രഹത്തിലേക്ക് ഒരൊറ്റ ഏറായിരുന്നു. അവരവിടെ പോയി നേരെ വീണു. അവിടെ കിടന്ന് ഇനി എന്തോ ലുലുമാൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. അതിനുശേഷം നൈറ്റ് ഫെയറി എന്തായാലും മൃഗങ്ങളോട് സ്നേഹമുള്ള മനുഷ്യര് ഈ ചന്ദ്രനിൽ എത്തിയ സ്ഥിതിക്ക് അന്നത്തെ ആ ഒരു കോൺസ്പിറസി ഇവിടെ ബ്രേക്ക് ചെയ്യാണ്. ഇവിടെ നിന്ന് പ്രാണികളുടെ ആ ഒരു വിശുദ്ധ മരം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ സാൻഡ്മാൻ ഇവരുടെ ഈ ഓരോ ഓർമ്മകളെല്ലാം നശിപ്പിച്ചു. ഇപ്പൊ നമ്മുടെ പീറ്ററിനും മാനിക്കും ഇതെല്ലാം സ്വപ്നം കണ്ട പോലായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ചെത്തിയ സോംസമാനും ഭാര്യയെയും അതുപോലെ വെളിയിലെത്തിയ പീറ്റർ മാനിയും അവർ ഒന്നിച്ച് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും സ്വപ്നം കണ്ടതെല്ലാം തന്നെ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നടന്നതാണെന്ന് ഇവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രകൃതിയെ സ്നേഹിച്ച ആ കുഞ്ഞുങ്ങള് പ്രകൃതിയെ രക്ഷപ്പെടുത്തി എല്ലാം തന്നെ നല്ല സന്തോഷത്തോടെ അവസാനിക്കുന്ന ഒരു സീനോടുകൂടി 2021 പുറത്തിറങ്ങിയ മൂൺ ബൗണ്ട് എന്ന മനോഹരമായ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫാന്റസി മൂവി എൻഡ് ചെയ്യാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാട്ടോ. ഈ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഈ ലോകത്ത് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമി വളരെ ചെറുതാണ്. പക്ഷെ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ഭൂമി വലിയത് തന്നെയാണ്. ഭൂമി നമ്മുടെ അമ്മ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ടും ഒരു ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും തയ്യാറാവും. അങ്ങനെ ഒരു മെസ്സേജ്, ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് ഈ സിനിമയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സൗണ്ടിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂട്ടുകാരൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ വെക്കേഷൻ ഒക്കെ അല്ലേ, കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലിലൂടെ കൂട്ടുകാർ കാണാൻ ആഗ്രഹിക്കുന്ന മൂവീസ് എല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കുക. പിന്നെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആനിമേഷൻ മൂവീസ് ആണ്. സോ ആനിമേഷൻ മൂവീസ് തന്നെ നോക്കി പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാത്ത മൂവീസ് ആണെങ്കിൽ ഇടിപിടിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ വെക്കേഷന് കൂട്ടുകാരുടെ പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ളത് കമന്റ്സ് ആയിട്ട് പറയാം. സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയി ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.